മഹത്വത്തിൻ്റെ തേജസ്സുള്ള സ്വർഗത്തിൻ്റെ വിജയസഭ ഇറങ്ങി വരുന്ന സമയമാണല്ലോ പരിശുദ്ധ കുർബാന. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ജഡികഭാവം, സകല മ്ലേച്ഛഭാവങ്ങളും മുഴുകിയിരിക്കുന്നവർ അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ വേദനിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ദൈവം പറയുന്ന വാക്കാണ്, നീ എൻ്റെ കൂടെ ആയിരിക്കുക, ഓരോ ദേവാലയത്തിലും നിന്നെ കാത്ത് സകലമായി ഞാൻ ഇരിപ്പുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഷാലോം ടിവിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ദിവ്യകാരുണ്യ അനുഭവ ധ്യാനത്തിൻ്റെ 2ാം ദിവസമാണെന്ന് എല്ലാ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നലെ കേട്ടത് പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തെ പറ്റിയാണ്. നമ്മളിന്ന് ശ്രവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 26 മുതലുള്ള തിരുവചനം. ആ വചനഭാഗം ഇതാണ്: തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിനും അവൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിനുമെതിരായി തെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: നിങ്ങളിൽ പലരും അയോഗ്യരും രോഗികളും ദുർബലരും ചിലർ മരിച്ചു പോയതിനും കാരണം അയോഗ്യതയുള്ള പരിശുദ്ധ കുർബാന സ്വീകരണം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലയളവിൽ ദൈവമക്കള് വരുത്തുന്ന വലിയൊരു വീഴ്ചയാണ് അയോഗ്യതയുള്ള പരിശുദ്ധ കുർബാന സ്വീകരണം. നമ്മൾ ഇന്നലെ കേട്ടു, വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശയാണ്. 7 കൂദാശകൾ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് പരിശുദ്ധ കുർബാന. എങ്കിലും ഈ 7 കൂദാശകളിൽ പിശാച് സാത്താൻ ഏറ്റവും ഭയപ്പെടുന്ന കൂദാശ പരിശുദ്ധ കുമ്പസാരമാണ്. ഇവിടെ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ശ്ലീഹായിലൂടെ വെളിപ്പെടുത്തിയ വചനം ഇതാണ്: നിങ്ങളിൽ പലരും അയോഗ്യരും പാപികളും ദുർബലരും ചിലർ മരിച്ചു പോയതിന് പോൽ കാരണം അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, യോഗ്യതയില്ലാതെ പരിശുദ്ധ കുർബാന ഒരു ദൈവമകൻ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി തളരും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ പ്രിയപ്പെട്ട 12 സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഈശോ ആദ്യം പരിശുദ്ധ കുർബാന കൊടുക്കുന്നത് യൂദാസിനാണ്. അവിടെ വചനം പഠിപ്പിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തിരുവചനം പഠിപ്പിക്കുകയാണ്: അപ്പക്കഷ്ണം സ്വീകരിച്ചപ്പോൾ പിശാച് യൂദാസിലേക്ക് കയറി. അതായത് വെറുപ്പിലും വിദ്വേഷത്തിലും ഒറ്റിക്കൊടുക്കാനുള്ള ആഗ്രഹത്തിലും പണക്കൊതിയിലും അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഈശോയുടെ 12 അപ്പോസ്തലന്മാരിൽ ഈശോയുടെ കൂടെ നിൽക്കേണ്ട യൂദാസിലേക്ക് സാത്താൻ പ്രവേശിച്ചു. അതിനവസാനം പഠിപ്പിക്കുന്നത്, അവൻ ഇരുട്ടിലേക്ക് പോയി, അന്ധകാരത്തിലേക്ക് പോയി, രാത്രിയായി. ഇന്ന് അനേകം കുടുംബങ്ങളും വ്യക്തികളും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നുണ്ടെങ്കിലും വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിക്കുന്ന വഴിയായി അവരെ തളരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം, ഒരു ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിനടുത്തായാണ് കുമ്പസാരക്കൂടിട്ടിരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കരുണയുടെ കൂദാശയാണ് കുമ്പസാരം. വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് ഈശോ പറയുകയാണ്, പാപിയെ ഞാൻ കാത്തിരിക്കുന്ന കുമ്പസാരക്കൂട്ടില്ല. വിശുദ്ധ മരിയ ഫൗസ്റ്റിനെ കാണുന്നത് ഒരു പാപിയായ സ്ത്രീ, ഒരു പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീ വിശുദ്ധ കുമ്പസാര സമയത്ത് അവളിലേക്ക് ഈശോയുടെ കരുണയുടെ രക്തമൊഴുകി ആ പാപത്തിൻ്റെ കെട്ടഴിയുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം 2 പ്രാവശ്യമേ മനുഷ്യനെ നോക്കിയിട്ട് നിശ്വസിച്ചുള്ളൂ. ഒന്നാമത് നിശ്വസിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവം മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞെടുത്തിട്ട് അവനെ നാസാന്തരത്തിലേക്ക് നിശ്വസിച്ച് അവൻ ജീവനുള്ളവനായി മാറി. രണ്ടാമത് ദൈവം
മനുഷ്യനെ നിശ്വസിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഉത്ഥാനം ചെയ്ത ഈശോ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ തിരുവചനങ്ങളിൽ അപ്പസ്തോലന്മാർ, ഭയപ്പെട്ടിരുന്ന അപ്പസ്തോലന്മാർ, യഹൂദന്മാരെ പേടിച്ച്, പ്രമാണിമാരെ പേടിച്ച് ഭയപ്പെട്ട് കതകടച്ചിരുന്ന ഈ അപ്പസ്തോലന്മാർ അരികിലേക്ക്, സ്ത്രീയന്മാരുടെ അരികിലേക്ക് ഉത്ഥാനം ചെയ്ത ഈശോ കടന്നു വന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. എന്ന് വച്ചാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിലെ ബലിയുടെ പാപമോചനത്തിൻ്റെ ക്ഷമ പങ്കുവെച്ച് നൽകുവാൻ ദൈവം അപ്പസ്തോലന്മാരെ നിയോഗിച്ച പ്രധാനപ്പെട്ട കൂദാശയാണ് കുംഭസാരം എന്ന കൂദാശ. ഇന്ന് അനേകം മക്കൾ കുംഭസാരത്തിൽ നിന്ന് അകന്നു നിൽക്കുക. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഒരു വ്യക്തി വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങും. കത്തോലിക്ക സഭയുടെ മഹാനായ വിശുദ്ധനാണ് വിശുദ്ധ എഫ്രൈം പിതാവ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധ കുർബാന നീ യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാളങ്ങൾ നിന്നിൽ ജ്വലിക്കപ്പെടുന്നു. വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്ക് പറയുകയാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഞാൻ തീക്കട്ടയിലൂടെ വേണേൽ പോകാം. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരും. അപ്പം നമ്മളിലൊരു പ്രധാനപ്പെട്ട അപകടം സംഭവിക്കുന്നത്, നമ്മൾ ഇന്ന് ചടങ്ങായിട്ടാണ് വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഈശോയുടെ പ്രിയപ്പെട്ട സ്ലീഹയാണ് തോമാസ് സ്ലീഹ. ഭാരതത്തിൽ വിശ്വാസം കൊണ്ടത് ഉത്ഥാനം ചെയ്ത ഈശോയെ അപ്പസ്തോലന്മാർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈശോയെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ഈശോയെ കണ്ടു, ഈശോയെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഉത്ഥാനം ചെയ്ത ഈശോയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമാസ് സ്ലീഹ പറഞ്ഞു, ഞാൻ അങ്ങനെ വിശ്വസിക്കത്തില്ല. അവനെ കണ്ണുകൊണ്ട് കണ്ട് അവനെ ലോങ്കിനോസ് കുത്തിയ, യോഹന്നാൻ 19:34 പടയാളികളിൽ ഒരുവൻ കുത്തിയ ആ മുറിപ്പാടിൽ എൻ്റെ വിരലിടാതെ ഞാൻ അവനെ വിശ്വസിക്കത്തില്ല. വീണ്ടും അപ്പസ്തോലന്മാർ കൂടിയിരിക്കുന്നൊരു കൂട്ടായ്മയിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് അപ്പസ്തോലന്മാരുടെ നടുവിലേക്ക് വന്ന് തോമാസിനെ വിളിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, തോമസേ നീ ഇങ്ങു വാ. അപ്പോൾ അപ്പസ്തോലനായ തോമാസ് സ്ലീഹ ഈശോയുടെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. തോമസേ നീ കണ്ടതുകൊണ്ട് എന്നെ വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാനയിൽ അപ്പമായി മാറിയ ദിവ്യകാരൻ ഈശോയെ നീ കണ്ണുകൊണ്ട് കാണാതെ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന കർത്താവിനെ നീ വിശ്വാസത്തോടെ കണ്ടാൽ അതാണ് ഭാഗ്യമെന്ന് പറയുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇത് കിട്ടണമെങ്കിൽ പാപത്തിൻ്റെ കെട്ടുകൾ അഴിയണം. നമുക്കറിയാം, ഈ കാലയളവിൽ പരിശുദ്ധ സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക് സ്വർഗം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കരിസ്മാറ്റിക് ശുശ്രൂഷകൾ. കരിസ്മാറ്റിക് ശുശ്രൂഷകൾ സഭയെ വളർത്തിയിട്ടുണ്ട്. അനേകം ദൈവവിളികൾ, ഞങ്ങളെപ്പോൾ അനേകം ആത്മായ സഹോദരങ്ങൾ, ഷാലോം TV പോലുള്ള ശുശ്രൂഷകൾ, ലോക രാജ്യങ്ങളിലുള്ള ശുശ്രൂഷകൾ രൂപപ്പെടുത്തുവാൻ കരിസ്മാറ്റിക് ശുശ്രൂഷകളെ ദൈവം ഉപയോഗിച്ചു. കരിസ്മാറ്റിക് ശുശ്രൂഷകൾ വഴി ധാരാളം വ്യക്തികൾ സഭയിലേക്ക് കടന്നു വന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, കരിസ്മാറ്റിക് ശുശ്രൂഷകളിൽ നമ്മൾ അനേകം കേരളത്തിലെ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങൾ സത്യത്തിൽ കർത്താവ് തുറന്നതിൻ്റെ ഉദ്ദേശം ദൈവജനത്തിന് വിടുതൽ കിട്ടാൻ, പാപബോധവും പശ്ചാത്താപവും ദൈവജനത്തിന് മാനസാന്തരം നൽകാൻ. ഒരു ധ്യാനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ധ്യാനത്തിന് ശേഷം അല്ലെങ്കിൽ ധ്യാനത്തിനിടയിൽ ജനം കുംഭസാരക്കൂടിനെ ഈച്ചക്കൂട് പോലെ പൊതിയുമ്പോഴാണ്. നമുക്കറിയാം, കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്ന എപ്പോഴാണ്? 2-3 ദിവസം ധ്യാനത്തിനിടയിൽ കുംഭസാരം കഴിഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിച്ച് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ, പാപത്തിന് കെട്ടഴിയുമ്പോൾ അത്ഭുത അടയാളങ്ങൾ സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹത്തിന്, ദൈവകൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ദൈവമല്ല, മനുഷ്യന്റെ പാപമാണ്. അപ്പൊ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ
വിശുദ്ധ കുർബാന എനിക്ക് അനുഭവമാകാത്തതിന് പിന്നിൽ നമ്മുടെ പാപമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പാളയം എന്ന് പറയുന്നത് ഈ കാലയളവിൽ മനുഷ്യന്റെ ശരീരമാണ്. 1 കൊരിന്ത്യർ 3:16 ദൈവാത്മാവ് വസിക്കുന്ന ഈ ശരീരമാണ്. അപ്പോൾ പാളയത്തിലൂടെ ദൈവം സന്ദർശിക്കുന്ന സമയമാണ്, ദൈവം വരുന്ന സമയമാണ് പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം. അപ്പൊ പരിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പാളയത്തിലൂടെ എൻ്റെ ശരീരത്തിലൂടെ എൻ്റെ ശരീരത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുമ്പോൾ ആ കർത്താവിന് എൻ്റെ ശരീരത്തിൽ ഇരിക്കാൻ തക്ക വിധത്തിൽ വിശുദ്ധമായ പാളയമാകണം. അവിടെ വചനം പഠിപ്പിക്കുകയാണ്, ശുചിത്വമല്ലാത്ത വസ്തു കണ്ടിട്ട് പാളയത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിങ്ങൾ പാളയം ശുചിയായി സൂക്ഷിക്കണം. ദൈവമക്കളെ, ദൈവം വസിക്കുന്ന രണ്ട് സ്ഥലമേ ഉള്ളൂ. ഈശോ മിശിഹ വസിക്കുന്ന 2 സ്ഥലം, ഒന്ന് സക്രാരി പരിശുദ്ധ കുർബാനയിൽ, 2 മനുഷ്യന്റെ ശരീരത്തിലാണ്. ദൈവം വസിക്കുന്ന 2 സ്ഥലമാണ്, ഒന്ന് മനുഷ്യന്റെ ശരീരം, 2 പരിശുദ്ധ കുർബാനയിൽ. അപ്പൊ പരിശുദ്ധ കുർബാനയായ ഈശോ ഈ ശരീരത്തിൽ എൻ്റെ ആത്മാവിലേക്ക് വരുമ്പോൾ ഈ ശരീരം മുഴുവൻ പാപത്തിൽ കെട്ടപ്പെടുകയാണെങ്കിൽ അവിടെ ദൈവത്തിന് ഇറങ്ങാൻ പറ്റില്ല. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തിൽ ദൈവകൃപയ്ക്ക്, ദൈവാനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന പാപത്തിന്റെ കെട്ടുകൾ അഴിയണം. നമുക്കറിയാം, കുമ്പസാരക്കൂടിന്റെ പ്രത്യേകത എന്താ? വിശുദ്ധ ജോൺ മരിയ വിയാനി പറയണത്, ഒരു നരകത്തിന്റെ വാതുക്കൽ ഒരു വൈദികനെ കൊണ്ടേ കുമ്പസാരക്കൂടിട്ട് ഇരുത്തിയാൽ ഒരൊറ്റ പാപി നരകത്തിൽ പോകാത്ത ഏറ്റവും വലിയ കൂദാശയാണ്. കുമ്പസാരക്കൂടിന് അപ്പുറം നരകവും ഇപ്പുറം സ്വർഗവുമാണ്. മനുഷ്യനെ മാറ്റിമറിക്കുന്ന കൂദാശയാണ് കുമ്പസാരം. ഏത് മാരക പാപികളുടെ മേലും ദൈവത്തിന്റെ മഹാകരുണ ഒഴുകുന്ന സ്ഥലമാണല്ലോ കുമ്പസാരക്കൂട്. അപ്പൊ വിശുദ്ധ കുർബാനയുടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കളെ, വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും തമ്മിൽ ആഴമായ ബന്ധമുണ്ട്. കുമ്പസാരിച്ച് നമുക്കറിയാം, ജന്മപാപം, ഒരു മനുഷ്യന്റെ ജന്മപാപം ഇല്ലാതാകുന്ന കൂദാശയാണല്ലോ വിശുദ്ധ മാമോദീസ. മാമോദീസ വഴി ആദിമ മാതാപിതാക്കളിലൂടെ വന്ന ജന്മപാപത്തിന്റെ മുഴുവൻ കറകളും ഇല്ലാതാക്കുന്ന വലിയ കൂദാശയാണ് മാമോദീസ. എങ്കിലും കർമ്മപാപത്തിലൂടെ അതിനുടെ പിന്നിലുള്ള ജീവിതത്തിൽ ലോകവും പിശാചും ജഡവും സഭ പഠിപ്പിക്കുന്ന ഒരു ദൈവ പൈതൽ, സമരസഭയിൽ അംഗമായ ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതേ ലോകം, ജഡം, പിശാചിനുള്ള ആത്മീയ പോരാട്ടത്തിൽ നമുക്ക് പരിക്ക് പറ്റും. അതുകൊണ്ട് ദൈവത്തിനറിയാം, ദൈവമക്കളെ വിശുദ്ധീകരിക്കാൻ ദൈവം സഭയിലൂടെ നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് കുമ്പസാരം. അപ്പൊ കുമ്പസാരം എന്ന കൂദാശ വഴി ജനം വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ തുടങ്ങിയാൽ കുടുംബത്തിൽ വിടുതൽ സംഭവിക്കും. സഭ വളരാൻ തുടങ്ങും. സഭയിലെ ആത്മീയ മകനുകളെല്ലാം അഭിഷേകത്തിൽ നിറയാൻ തുടങ്ങും. എൻ്റെ ദൈവമക്കളെ, ഈ കാലയളവിൽ അനേകം മക്കൾ കുമ്പസാരക്കൂടിൽ അകന്നുപോകും. നമുക്കറിയാം, അനേക വിശുദ്ധന്മാർ, നമ്മുടെ എല്ലാ വിശുദ്ധന്മാർ, സഭയിലെ വിശുദ്ധന്മാരെല്ലാം കുമ്പസാരിച്ചവരാണ്. അനുദിനം കുമ്പസാരിച്ച വിശുദ്ധന്മാരുണ്ട്. എല്ലാ മാർപ്പാപ്പമാരും എല്ലാ വിശുദ്ധന്മാരും കുമ്പസാരിച്ചവരാ. നമുക്കറിയാം, വിശുദ്ധന്മാരെല്ലാം കുമ്പസാരിച്ചവരാ. കത്തോലിക്ക സഭയിലെ ഒരു വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫാദർ ഡാമിയൻ. നമുക്കെല്ലാം അറിയാം, മൊളോക്കോ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് കുഷ്ഠരോഗികളെ മനുഷ്യൻ തള്ളിക്കളയുന്ന കാലഘട്ടമാണ്. കുഷ്ഠരോഗികളെ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച കാലഘട്ടമാണ്. അപ്പോൾ മൊളോക്കോ എന്ന ദ്വീപിൽ ശുശ്രൂഷ ചെയ്യാൻ അഭിമന്യ പിതാവിൻ്റെ പ്രത്യേക പെർമിഷനോടുകൂടി ആ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് അവരെ കുമ്പസാരിപ്പിച്ച് അവർക്ക് വിശുദ്ധ കുർബാന കൊടുത്ത് അവർ മരിക്കുന്ന സമയത്ത് രോഗീലേപനം കൊടുത്ത് അവരെ നല്ല മരണത്തിനൊരുക്കിയ മഹാനായ വിശുദ്ധനാണ് വിശുദ്ധ ഫാദർ ഡാമിയൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. കാരണം വർഷങ്ങളോളം ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തെ കുമ്പസാരിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ അദ്ദേഹം എന്തെന്നറിയോ, ഫാദർ ഡാമിയൻ തൻ്റെ അഭിമന്യ പിതാവിനൊരു കത്തെഴുതുക, എനിക്കൊരു കുമ്പസാരകാരനായ ഒരു വൈദികനെ വേണം, എന്നെ കുമ്പസാരിപ്പിക്കാൻ ഒരു വൈദികൻ വേണം. ആരും പോകാൻ തയ്യാറായില്ല. അവസാനം ഒരു വൈദികൻ തയ്യാറായി. അപ്പോൾ ഫാദർ ഡാമിയനെ തേടി ഒരു കപ്പലിൽ അവർ യാത്ര ചെയ്യുക, ഒരു യാത്രാ കപ്പൽ, 100 കണക്കിന് യാത്രക്കാരുള്ള യാത്രാ കപ്പൽ. ഇതറിഞ്ഞ് ഫാദർ ഡാമിയൻ 4 കുഷ്ഠരോഗികളുമായി ഒരു വള്ളത്തിൽ തുഴഞ്ഞ് യാത്ര ചെയ്യുക. ഈ കപ്പലിനടുത്തേക്ക് വരാറായപ്പോൾ കപ്പിത്താൻ ഇത് കണ്ടുകെട്ട് അദ്ദേഹം തോക്കെടുത്ത് ചൂണ്ടിയിട്ട് പറഞ്ഞു,
അതായത് കുഷ്ഠരോഗിയായ ഫാദർ ഡാമിയൻ, കുഷ്ഠരോഗികളുടെ കൂടെ വസിക്കുന്ന ഫാദർ ഡാമിയൻ, ഈ കപ്പലിൽ കയറിയാൽ ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊല്ലും, കാരണം ഇവിടെ കുഷ്ഠരോഗം പകരാൻ പാടില്ല. മറ്റേ ഇങ്ങത്തടിക്കുന്ന വൈദികരോട് പറഞ്ഞു, കപ്പലിൽ നിൽക്കുന്ന വൈദികരോട് പറഞ്ഞു, താങ്കൾ അങ്ങോട്ട് കയറിയാൽ തിരിച്ച് ഞാൻ വിടത്തില്ല. ഈ നിസ്സഹായ അവസ്ഥയിൽ കപ്പലിൽ നിൽക്കുന്ന കുമ്പസാരിപ്പിക്കാൻ വന്ന വൈദികൻ ഫാദർ ഡാമിയനെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഫാദർ ഡാമിയൻ, എനിക്ക് പറ്റില്ല, ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, താങ്കൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല. തനിക്ക് കുമ്പസാരം കിട്ടത്തില്ലെന്ന് മനസ്സിലായ ഫാദർ ഡാമിയൻ ഉറക്കെ ഇങ്ങനെ പറഞ്ഞു, മറ്റുള്ളവരെ കേട്ടോട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ രഹസ്യവും പരസ്യമായ പാപങ്ങൾ മുഴുവൻ പബ്ലിക്കായി പറയാം, പരസ്യമായിട്ട് പറയാം. നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, താൻ നോക്കുന്ന 4 കുഷ്ഠരോഗികൾ കേൾക്കെ, 100 കണക്കിന് കപ്പലിലെ യാത്രക്കാർ കേൾക്കെ, ഫാദർ ഡാമിയൻ ഈ വള്ളത്തിൽ ഇരുന്ന് എഴുന്നേറ്റ് തൻ്റെ ജീവിതത്തിൽ വന്ന രഹസ്യവും പരസ്യമായ എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്ന സമയത്ത് അങ്ങേ തലയ്ക്കൽ കപ്പലിലിരുന്ന് നിറകണ്ണുകളോടുകൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പുരോഹിതൻ ഫാദർ ഡാമിയൻ്റെ പാപം മോചിച്ച ചരിത്രം. എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയിലെ മുഴുവൻ വിശുദ്ധരും കുമ്പസാരിച്ചവരാണ്. അൽഫോൺസാമയെ വിശുദ്ധിയാക്കിയത് ഞാൻ 100% പറയാം, ഫാദർ റൊമോളോസ് എന്ന് പറയുന്ന ഒരു ആത്മീയനായ വൈദികൻ്റെ കുമ്പസാരമാണ്. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകളെല്ലാം പരിഹരിക്കാൻ ദൈവം ഒരുക്കിയ ആത്മീയ കുദാശയാണ്, ആത്മീയ വിരുന്നാണ് കുമ്പസാരം. അപ്പോൾ കുമ്പസാരവും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധമുണ്ട്. നമ്മൾ കുമ്പസാരക്കൂടി നിന്ന് അകലരുത്. നമുക്കറിയാം, പരസ്യമായി ഈ പങ്കെടുക്കുന്ന കുർബാന എന്ന് പറയുന്നത് രഹസ്യത്തിൽ നമ്മൾ സ്വീകരിച്ച കുമ്പസാരത്തിൻ്റെ പരസ്യമായ ആഘോഷമാണ്. നമ്മൾ പരസ്യമായി പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാന. ഞാനും നിങ്ങളുമൊക്കെ രഹസ്യത്തിൽ പോയി എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വം, അതായത് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വന്ന പാപത്തെ ഒരു കുമ്പസാരക്കൂടിൻ്റെ മറവിൽ ഒരു പുരോഹിതന്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ, ദൈവമക്കളെ, ആ രഹസ്യത്തിൽ സ്വീകരിച്ച കൂദാശയുടെ പരസ്യമായ ആഘോഷണമാണ് പിന്നെ നമ്മൾ ഇരിക്കുന്ന കുർബാനയും കുർബാന സ്വീകരണം. ഈശോയുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ പലരുടെയും ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത്, ഒരു വൈദികനല്ല നമ്മുടെ പാപം മോചിക്കുന്നത്, ഒരു വൈദികന്റെ യോഗ്യത കൊണ്ടല്ല പാപം മോചിക്കുന്നത്. എത്ര അയോഗ്യനായ വൈദികനാണെങ്കിലും ശരി, കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരിപ്പിക്കാണ്ടിരുന്നാൽ ആ വ്യക്തിയുടെ പാപം മോചിക്കും. ഞാനൊരു ചെറിയ സംഭവം പറയാം. വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ 26 വർഷം പരിശുദ്ധ കത്തോലിക്ക തിരുസഭയെ നയിച്ച മഹാനായ മാർപ്പാപ്പ, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകൻ, ദിവ്യഗാനത്തെ മുറുകെ പിടിച്ച് എൻ്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞ് ഉറക്കെ പ്രഖ്യാപിച്ച വിശുദ്ധൻ, 26 വർഷം ഈ സഭയെ നയിച്ച യുവജനങ്ങളുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തെ റോമിൽ മാർപ്പാപ്പയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ധ്യാനിപ്പിക്കാൻ ബ്രസീലുകാരനായ ഒരു വൈദികൻ വരുന്നു. അപ്പം ധ്യാനത്തിന് തൊട്ടു മുമ്പ് അവിടെയുള്ള കർദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെ ധ്യാനിപ്പിക്കാൻ, വത്തിക്കാനെ ധ്യാനിപ്പിക്കാൻ ഈ ബ്രസീലുകാരനെ ധ്യാനഗുരു വരുമ്പോൾ, തലേദിവസം അദ്ദേഹം ജപമാലയെടുത്ത് വത്തിക്കാനിലൂടെ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നു. എങ്ങോ കണ്ട് പരിചയമുള്ളൊരു ഭിക്ഷക്കാരനാണ്. സൂക്ഷിച്ചു പോയി മനസ്സിലായി, തന്നോടൊപ്പം റോമിൽ വർഷങ്ങൾക്ക് മുമ്പ് വൈദികനായി പഠിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് ഭിക്ഷക്കാരനായിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് സൂക്ഷിച്ചു നോക്കി സംസാരിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം വൈദിക വൃത്തിയിൽ നിന്ന് മാറി വൈദിക ശുശ്രൂഷയിൽ നിന്ന് ലീവ് ചെയ്തു. അദ്ദേഹം ഇപ്പം മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്. ഒരു ഭിക്ഷക്കാരനായ മദ്യപാനത്തിന് വേണ്ടി ഭിക്ഷ നീണ്ടുന്ന മനുഷ്യൻ, ഒരു വൈദിക ശുശ്രൂഷ നിർത്തി മാറിയ ഒരു വൈദ്യ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ വ്യക്തിക്ക് ഒത്തിരി സങ്കടം വന്നു. ഈ ബ്രസീലുകാരനായ അച്ഛൻ ഒത്തിരി സങ്കടം വന്നു. വൈകുന്നേരം മാർപ്പാപ്പയോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഈ മാർപ്പാപ്പയോട് പറഞ്ഞു, പാപ്പ, എനിക്കിന്ന് റോമിലൂടെ പോയപ്പോൾ ഒരു സങ്കടകരമായ കാഴ്ച കണ്ടു. എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന വൈദികൻ ഇന്ന് ഭിക്ഷക്കാരനായി മാറി, അദ്ദേഹം ഇന്ന് മദ്യപാനിയായി മാറി. അതെന്നെ ഒത്തിരി വേദനിപ്പിച്ചു. ഉടനെ മാർപ്പാപ്പ പറഞ്ഞു, നാളെ വൈകുന്നേരത്തെ ഡിന്നറിന് വരുമ്പോൾ ആ വൈദികനെ കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ഈ വൈദികൻ പിറ്റേ ദിവസം ഇദ്ദേഹത്തെ തപ്പി നടന്നു, ഒരു സ്ഥലത്ത് വെച്ച് കിട്ടി. അദ്ദേഹത്തെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ കോട്ടൊക്കെ ഇട്ട് അദ്ദേഹത്തെ നല്ല പെർഫ്യൂമൊക്കെ പൂശി അദ്ദേഹത്തെ വത്തിക്കാനിൽ കൊണ്ടിരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ ഡിന്നറിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തി പരിശുദ്ധ പിതാവ് നമ്മുടെ ജോൺ ബോൾ മാർപ്പാപ്പ കടന്നു വരുന്ന സമയത്ത് മാർപ്പാപ്പ ഈ വൈദികൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് മാർപ്പാപ്പയ്ക്ക് ഒരു ഉപകാരം ചെയ്യുന്നത്? ഉടനെ പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം, താങ്കൾ എന്നെ കുമ്പസാരിപ്പിക്കാമോ?
അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിന്ന് സഭ വിട്ടുപോയാളാ. ഉടനെ മാർപ്പാപ്പ പറഞ്ഞു, അത് തിരിച്ചു തരാൻ സഭയുടെ അധികാരി എന്നതിൽ എനിക്ക് പറ്റും. എന്നിട്ട് മാർപ്പാപ്പ പ്രാർത്ഥിച്ച്, മാർപ്പാപ്പ ഈ വൈദികന് മുമ്പിൽ, നമ്മൾ ഓർക്കണം, പാപിയായി മദ്യപാനത്തിൽ മുഴുകിയിരുന്ന ഭിക്ഷക്കാരനായ വൈദികന് മുമ്പിൽ സഭ കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായ 26 വർഷം ഈ സഭയെ നയിച്ച മാർപ്പാപ്പ, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകനായ മാർപ്പാപ്പ മുട്ടുകുത്തി കൈകൂപ്പി കുമ്പസാരിപ്പിക്കുമ്പോൾ കുമ്പസാരക്കൂടിയിരുന്ന വൈദികൻ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പിന്നീട് ഒരു മിഷണറിയായി. എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, വൈദികരുടെ കുറവ് നിങ്ങൾ നോക്കരുത്. 10 പ്രമാണം ലംഘിച്ച ഒരു വൈദികൻ ബലിയർപ്പിച്ചാലും ആ ബലിയിലൂടെ ഈശോ കടന്നു വരും. അതുകൊണ്ടാണ് ഈശോ പൗലോസിനോട് പറയുന്നത്, കുമ്പസാരക്കുട്ടിൽ വൈദികനിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വൈദികന്റെ കുറവ്, ഏതെങ്കിലും സഭയുടെ വ്യക്തികളുടെ കുറവ്, ഈ വ്യക്തികളുടെ കുറവ് ഒരിക്കലും നമ്മളെ കുമ്പസാരക്കുട്ടിൽ നിന്ന് മാറ്റരുത്. എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കാൻ, നവീകരിക്കാൻ, അവൻ്റെ തങ്കച്ചോരയാൽ കഴുകാൻ വേണ്ടി ഈശോ ഒരുക്കുന്ന പ്രധാനപ്പെട്ട കൂദാശയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ സിയന്നയിലെ വിശുദ്ധ കാതറിൻ പറയുന്നത്, കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഈശോയുടെ പാപമോചനം, ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്ന ഒരു വൈദികൻ പറയുമ്പോൾ ഈശോയുടെ തിരുവിലാവ് ഇന്ന് യോഹന്നാൻ 19:34 ഒഴുകുന്ന തിരിച്ചോര കൊണ്ട് ആ വ്യക്തിയുടെ ശിരസ് മുതൽ പാദങ്ങൾ വരെ കഴുകും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ദേവാലയത്തിൻ്റെ ബത്സയിദ കുളമാ കുമ്പസാരക്കൂട്. ഞാനും നിങ്ങളും കുമ്പസാരത്തിൽ നിന്ന് അകന്നു നിൽക്കരുത്. എൻ്റെയും നിങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ ഏറ്റുപറയണം. നമുക്കറിയാം, ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ ആദ്യം പ്രസംഗിക്കുന്ന പ്രസംഗം എന്താ? വേറൊരു പ്രസംഗമല്ല ആദ്യം പ്രസംഗിക്കുന്ന മത്തായി സുവിശേഷം 3:2, മാനസാന്തരപ്പെടുവിൻ. അന്ത്യ പ്രവാചകനായ നമുക്കറിയാം സ്നാപയോഹന്നാൻ പറയുന്നത് മത്തായി 4:17, മാനസാന്തരപ്പെടണം. ഇവരെല്ലാം പറയുന്നൊരു കാര്യം മാനസാന്തരമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അപ്പസ്തോലന്മാർ, പത്രോസ് ശ്ലീഹായുടെ നേതൃത്വത്തിൽ 12 അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അപ്പസ്തോലപ്രവർത്തനം 2-ാം അധ്യായത്തിൽ അവരാത്മാവ് നിറഞ്ഞ് ആദ്യത്തെ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്നെന്താ? ആദ്യത്തെ പ്രസംഗത്തിൽ ആ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെറും 22 വാക്ക് പറയുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന 3000 പേരുടെ ഹൃദയങ്ങൾ നുറങ്ങി. ആദ്യം പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കാനാണ് പറയണത്. എന്ന് വെച്ചാൽ ദൈവകൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് മനുഷ്യന്റെ പാപമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കാരണം നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ 3 ആണികൾ തൂക്കപ്പെട്ട് നഗ്നനാക്കി നമുക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ട് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്നവനാ ഈശോ മിശിഹ. ഈശോ എല്ലാവരും രക്ഷിക്കാൻ വന്നവനാ. ലോകത്തിലെ ഏത് പാപിയെയും രക്ഷിക്കുന്നവനാ ഈശോ. നീ എത്ര പാപിയാണെങ്കിലും എത്ര കൊടുക്രൂരനാണെങ്കിലും ഈശോ എനിക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുന്നവനാ ഈശോ. ലോകത്തിൽ നമുക്കറിയാം, കുറ്റം ഏറ്റുപറഞ്ഞാൽ, പാപം ഏറ്റുപറഞ്ഞാൽ, തെറ്റേറ്റു പറഞ്ഞാൽ ലോകത്തിൽ വെറുതെ വിടുന്ന ഒരൊറ്റ കോടതിയുള്ളത് കുമ്പസാരക്കൂടാ. ലോകത്തിൽ ഒറ്റ കൂടെ ഉള്ളൂ. എൻ്റെ പാപം ഞാൻ ഏറ്റു പറഞ്ഞാൽ, എൻ്റെ തെറ്റേറ്റു പറഞ്ഞാൽ, എൻ്റെ കുറവേറ്റു പറഞ്ഞാൽ എന്നെ വെറുതെ വിടുന്ന ലോകത്തിൽ ഒറ്റ കോടതി അത് കുമ്പസാരക്കൂടാ. അപ്പൊ ഈശോ കുരിശിൽ തൂക്കപ്പെട്ട് പെടഞ്ഞു മരിച്ച ഈശോ കരുണയുള്ള ഈശോയാ. ഏത് പാപിയെ രക്ഷിക്കാനുള്ളതാ. പക്ഷെ ഈശോ പറയുന്നത് എന്താ? രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. പക്ഷേ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ പാപമാ. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയണത്, വലിയ മാനസാന്തരത്തോടെ വന്ന വിശുദ്ധനാ. 18-ാമത്തെ വയസ്സിൽ ഇരട്ടി പ്രായമുള്ള സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്ത് പാപത്തിന്റെ വഴിയിൽ കിടന്ന് അവസാനം മോനിക്കാമെന്ന് പറഞ്ഞ ഒരു അമ്മയുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് സഭയുടെ പ്രധാനപ്പെട്ട വിശുദ്ധനായി ഇന്ന് സഭ കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായ ഡോക്ടർ ഓഫ് ചർച്ച് 37 വേദപാരംഗത്തിൽ പ്രധാനപ്പെട്ട വേദപാരംഗതനായി മാറിയ വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത്, കുമ്പസാരം എൻ്റെ ശക്തിയാ, കുമ്പസാരമാണ് ദൈവത്തിന്റെ കരുണ. ദൈവമക്കളെ, ഈ കുമ്പസാരത്തിലൂടെ മാനസാന്തരപ്പെട്ട വിശുദ്ധനല്ലേ അഗസ്തീനോസ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കണം, കുമ്പസാരക്കൂട്ടി നമ്മൾ അകന്നു നിൽക്കരുത്, കുമ്പസാരത്തിന് അകന്നു നിൽക്കരുത്. എത്ര ബലഹീനനായ വൈദികനായിക്കോട്ടെ, ആ വ്യക്തിയുടെ അടുത്ത് പോയി കുമ്പസാരിക്കുമ്പോൾ, പാപം ഏറ്റു പറയുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മഹാകരുണ ഇറങ്ങുന്നത്. ഈ തടസ്സം മുഴുവൻ മാറുന്നത് പാപത്തിന്റെ ചങ്ങല കഴിയുമ്പോൾ, പാപത്തിന്റെ കെട്ടഴിയുമ്പോൾ, പാപത്തിന്റെ ബന്ധന കഴിയുമ്പോൾ, യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ആ കുർബാനയുടെ പവറുമായിട്ട് വിശുദ്ധിയിൽ കുർബാന സ്വീകരിക്കുമ്പോൾ, ജ്ഞാനത്തിന്റെ പുസ്തകത്തിലുണ്ട് 16-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു വചനമുണ്ട്. അതായത് ഒരുവന്റെ രുചിക്കനുസരിച്ച് അവന്റെ, അതായത് ഭക്ഷിക്കുന്ന രുചിക്കനുസരിച്ച് അവന്റെ ആ അപ്പത്തിന് രൂപാന്തരപ്പെടും.
എന്ന് വെച്ചാൽ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കുർബാനയുമായിട്ട് നമ്മൾ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ കുർബാനയുടെ ശക്തിയാൽ കുടുംബത്തിൽ കാലാകാലങ്ങളെ കെട്ടിയിരിക്കുന്ന പൈശാചിക കെട്ട് വഴിയും പൈശാചിക ബന്ധനം വഴിയും. പക്ഷെ സാത്താൻ ഇന്നും എന്നെയും നിങ്ങളെയും പറയുന്നൊരു കാര്യമുണ്ട്, കുംഭസാരത്തിന് പോകരുത്. വൈദികനെ കാണിച്ചു തരും, ഈ വ്യക്തിയെ കാണിച്ചു തരും, കുംഭസാരം നമ്മൾ അകറ്റും. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഏത് വ്യക്തിയോടും കരുണ കാണിക്കുന്ന കർത്താവ്, ഏത് മഹാപാപിയോടും കരുണ കാണിക്കുന്ന വ്യക്തിയാ കർത്താവ്. ആ കർത്താവിന് മുമ്പിൽ നമ്മുടെ പാപം ഏറ്റു പറയാൻ ദൈവം ഒരുക്കുന്ന അവസരമാണ്. അപ്പൊ എനിക്ക് വിശുദ്ധ കുർബാന ഒരനുഭവമാകണമെങ്കിൽ, എനിക്ക് വിശുദ്ധ കുർബാന ഒരഭിഷേകമാകണമെങ്കിൽ, എനിക്ക് വിശുദ്ധ കുർബാന ഒരു പവറാണെങ്കിൽ ഞാൻ യോഗ്യതയോടെ കുർബാന സ്വീകരിക്കണം. അപ്പൊ കുർബാന സ്വീകരിക്കുന്ന, കുർബാനയ്ക്ക് പോകുന്ന ക്രിസ്ത്യാനിയുണ്ട്. പക്ഷെ നമ്മൾ തളരുന്നതിന് കാരണം അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന. അതാണ് പൗലോസ് പഠിപ്പിച്ചു വെച്ചത്. നിങ്ങൾ അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരം കഴിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തത്തിനും ശരീരത്തിനുമെതിരെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നു. നിങ്ങളിൽ പലരും പാപികൾ. കാരണം ചിലർ കുർബാന സ്ഥിതി വീണ്ടും പാപം ചെയ്തതിന് കാരണം ഈ അയോഗ്യതയുള്ള പരിശുദ്ധ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ജഡികഭാവം, സകല മ്ലേച്ഛഭാവങ്ങളും മുഴുകിയിരിക്കുന്നവർ അയോഗ്യതയുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ വേദനിപ്പിക്കുക. നമ്മൾ ബ്ലാക്ക് മാസുകാരെ കുറ്റപ്പെടുത്തും, കുർബാനയെടുത്തും. അതിലും വലിയ ബ്ലാക്ക് മാസ് നമ്മൾ ചെയ്യാറുണ്ട്. പരിശുദ്ധ കുർബാന പരസ്യമായി എടുത്തുകൊണ്ട് അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന, തുപ്പുന്ന, അപമാനിക്കുന്ന ബ്ലാക്ക് മാസുകാരൊക്കെ ഉള്ള ക്രിസ്ത്യാനികൾ എന്ത് ബ്ലാക്ക് മാസ് ചെയ്യുന്നുണ്ട്? പരിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാന മദ്യപിച്ച് സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാന ജഡികഭാവം ചെയ്ത് സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിക്കുന്ന വഴി നമ്മുടെ കുടുംബത്തിൽ കെട്ടുപാട് വീഴുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കും. നമുക്കറിയാം, നമ്മൾ 2-ാം ദിവസത്തിലേക്ക് ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ 16-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന സഭ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസത്തിൽ ഒരുങ്ങുമ്പോൾ ഈ 2-ാം ദിവസം നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവകൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ പാപമാണ്. ആ പാപം കണ്ടെത്തി എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ തടസ്സമായ പാപത്തിൻ്റെ കരകൾ അങ്ങെടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച അമ്മ മാതാവിനോട് ചേർന്ന് കുംഭസാരക്കൂടിന്റെ പ്രത്യേക മധ്യസ്ഥനായ ജോൺ നെബുസിയാൻ ഒരു രാജാവിൻ്റെ ഭാര്യയുടെ കുംഭസാരം അത് വെളിപ്പെടുത്താത്തതിൻ്റെ പേരിൽ ചങ്ങലക്കകത്ത് കെട്ടിയിട്ട് അവസാനം വെട്ടി നുറുക്കി നദിക്കകത്തെഴുതി ഇന്നും നാവഴുകാതിരിക്കുന്ന വിശുദ്ധ ജോൺ നെബുസിയാനെ പോലുള്ള വിശുദ്ധന്മാണ് മധ്യസ്ഥ. കുംഭസാരക്കൂട്ടി മണിക്കൂറിരുന്ന ജോൺ മരിയ വിയാനി, നമുക്കറിയാം ആഴ്സിൽ അദ്ദേഹത്തിന്റെ കുംഭസാരത്തിന്റെ ആ മാനസാന്തരം കേട്ടിട്ട് നേരിട്ട് വന്ന് ഇന്നുകൊണ്ട് ആഴ്സിലെ ഈ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ കുംഭസാരക്കൂട് സാത്താൻ നേരിട്ട് കത്തിച്ചു കളഞ്ഞു. പകുതി കത്തിച്ച കിടക്കുന്നത്. അത്രയും മാനസാന്തരമുണ്ട്. ആ സാത്താൻ പറയുന്നുണ്ട്, നിന്റെ കുംഭസാരം എനിക്ക് അസ്വസ്ഥതയാ, നീ ജനത്തെ കുംഭസാരിപ്പിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുവന്നത് എന്നെ ശല്യപ്പെടുത്തുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തുടർന്ന് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാൻ പോവാ. നമ്മൾ ഇന്ന് ആരാധനയുടെ 2-ാം ദിവസത്തെ ആരാധന. എനിക്ക് യോഗ്യതയോടെ കർത്താവിനെ സ്വീകരിക്കണം, എൻ്റെ പാപത്തിനെ കട്ടഴിക്കണം. കർത്താവിൻ്റെ മഹാകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിൻ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ. പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന, യേശുവിൻ നാമത്തിൻ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും
നീ പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നോക്കിക്കൊണ്ട് കരങ്ങളെ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ പാടി വാഴ്ത്തുന്നു. അങ്ങേക്ക് തുല്യനായ ആരുമില്ല ഈശോ, നീയല്ലാതെ വേറെ ദൈവമില്ല. ഓ കർത്താവേ, നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടും. നീയാണെൻ ദൈവമേ, എൻ പിതാവേ. അങ്ങേക്ക് തുല്യനായ ആരുമില്ല ഈശോ, നീയല്ലാതെ വേറെ ദൈവമില്ല. ആരുമില്ല കർത്താവേ, നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടും. ആരാധിക്കുന്നു. നീയാണെൻ ദൈവമേ, എൻ പിതാവേ. ചേർന്ന് പാടാം. അനവൃന്ദം മാലാഖമാരോട് ചേർന്ന് വിശുദ്ധരുടെ കൂട്ടായ്മയിൽ തിരുസഭയോട് ചേർന്ന് ഈശോ ഒരിക്കൽ കൂടെ ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ നോക്കിക്കൊണ്ട് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് എല്ലാ ദൈവമക്കളും സൃഷ്ടപ്രപഞ്ചവും സ്വർഗാതിസ്വർഗത്തിനും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ അനുഭവ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിന്ന് കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് മനുഷ്യൻ്റെ പാപമാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ അകൃത്യങ്ങളാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളിന്ന് തിരുവചനത്തിലൂടെ കേട്ടു, വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും തമ്മിലുള്ള ആഴമായ ബന്ധം. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമടക്കുന്ന വ്യക്തി കുമ്പസാരക്കൂട്ടിലും മുട്ടുമടക്കുന്ന വ്യക്തിയായി മാറും. ഈശോ തന്നെ സ്നേഹിക്കുന്നവർക്ക് സഭയിലൂടെ നൽകപ്പെട്ട വലിയൊരു കരുണയുടെ കൂദാശയാണല്ലോ കുമ്പസാരം.
വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്തു. അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധനയ്ക്ക് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതും ചിലർ മരിച്ചു പോയതിന് കാരണം അയോഗ്യതയോടുള്ള പരിശുദ്ധ കുർബാനയുടെ സ്വീകരണമാണ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ വട്ടമാണ് അയോഗ്യതയോടെ നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ടുള്ളത്. ഈശോയെ പാപത്തിൻ്റെ മ്ലേച്ഛതയിൽ ജീവിക്കുന്ന നമ്മൾ, പാപത്തിൻ്റെ മാരകപാപത്തിൽ ജീവിക്കുന്ന പലരും യോഗ്യത കൂടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി തളരും. നമ്മളന്ന് കേട്ടു, ഈശോ അന്ത്യത്താഴ സമയത്ത് തൻ്റെ അപ്പം എടുത്ത് മുറിച്ച് തൻ്റെ ശരീരമാക്കി മുറിച്ച് ആദ്യം വീഞ്ഞിൽ മുക്കി കൊടുത്തത് യൂദാസ് കറിയോത്തേക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പം കഷണം സ്വീകരിച്ച ശേഷം യൂദാസിൻ്റെ ഉള്ളിലേക്ക് സാത്താൻ കയറി. 13-ാം അധ്യായം 27-ാം തിരുവചനം. അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ സാത്താനാണ് യൂദാസിലേക്ക് കയറുന്നത്. 12:30 പറയുന്നു, അവൻ ഇരുട്ടിലേക്ക് മറഞ്ഞു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സാത്താനാ. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ചിലർ മരിച്ചു പോയതിനു പോലും കാരണമെന്ന് പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് അയോഗ്യതയോടുള്ള കുർബാന സ്വീകരണമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ആദ്യ കുമ്പസാരത്തിനും ആദ്യ കുർബാനയ്ക്ക് ശേഷം എത്രയോ വട്ടമാണ് വിശ്വാസമില്ലാതെ പാപത്തോടുകൂടി അയോഗ്യമായി ശരീരത്തിൽ, അയോഗ്യമായ നാവിൽ, അയോഗ്യമായ ഈ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഈ ആരാധനയിൽ ഇതിനെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുക. ലോകം മുഴുവൻ ദിവ്യകാരൻ ഈശോയെ അവഹേളിക്കുന്ന മക്കൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച്, അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ച് ഈശോയെ വേദനിപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം, 51-ാം സങ്കീർത്തനം, ദാവീദ് എന്ന് പറയുന്ന രാജാവ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ, ഊറിയായുടെ ഭാര്യയുമായി ജഡിക പാപത്തിൽ ഏർപ്പെട്ടത് മൂലം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് മാറിയപ്പോൾ, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ, ദാവീദ് എന്ന് പറയുന്ന രാജാവ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുന്ന അനുഭവമാണല്ലോ 51-ാം സങ്കീർത്തനം. ഈ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു വചനഭാഗമുണ്ട്. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. 1-ാമത്തെ വാക്യത്തിൽ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം കരുണയുള്ളവനാ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും അയോഗ്യതയോടെ, യോഗ്യതയില്ലാതെ, കുമ്പസാരിക്കാതെ, അനുദപിക്കാതെ, പശ്ചാത്തപിക്കാതെ, മാനസാന്തരപ്പെടാതെ, തിരുത്താതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് വഴി ഈശോയെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പീലാത്തോസിൻ്റെ കൽത്തണത്തിൽ വെച്ച് പടയാളികൾ മാറി മാറി ചമ്മട്ടി കൊണ്ടടിക്കുമ്പോൾ 5000-ത്തിലധികം മുറിവുകളേറ്റ്
പിടയുന്ന ഈശോയുടെ വേദനയോട് ചേർത്ത് ഞാനും നിങ്ങളുമൊക്കെ അയോഗ്യതയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഈശോ വേദനിക്കുന്നില്ലേ? ആ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഈ സമയത്ത് മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുകുത്തുക. കരങ്ങൾ വിരിച്ചു പിടിക്കാൻ സാധിക്കുന്നവർ കരങ്ങൾ വിരിച്ചു പിടിക്കുക. കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കാൻ പ്രേരണ കിട്ടുന്നവർ മാറോട് ചേർന്ന് പിടിക്കുക. നമ്മൾ ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ പലപ്പോഴും മനസ്സിലാക്കാതെ അങ്ങേ ഞാൻ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കുന്നു. ദാവീദ് പഠിപ്പിച്ച സങ്കീർത്തന ഭാഗങ്ങളിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിർമ്മലമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ, കരങ്ങൾ വിരിച്ചു പിടിച്ചോ. നമുക്ക് ഈ പാട്ടിൻ്റെ ഈരടികൾ പാടി പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. അറിയാവുന്നവർ കൂടെ ചേർന്ന് പാടാം. നേരായൊരു ഈശോ മനസ്സും തീർത്തരുൾകിന്നിൽ ദേവാ. പ്രിയപ്പെട്ടവർ, ഈശോ നോക്കിക്കൊണ്ട് ഈശോയെ ഞാൻ അങ്ങേ വേദനിപ്പിച്ചതോർത്ത് ഹൃദയമെന്നിൽ പാടി പ്രാർത്ഥിക്കാം. നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മനസ്സും തീർത്തരുൾകിന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ. ആത്മാർത്ഥമായിട്ടൊന്ന് പാടി പ്രാർത്ഥിക്കാം. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ. നീ പരിപാവനനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുത്, തിരികെ എടുക്കരുതെൻ പരനേ. ചേർന്ന് പാടാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മനസ്സും തീർത്തരുൾകിന്നിൽ ദേവാ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ വശസിൽ ചാരിക്കടന്നവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളും വേദനകളും തിരിച്ചറിഞ്ഞവനായ യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചൊരു വചനമുണ്ട്. 1 യോഹന്നാൻ 3:1. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മൾക്ക് നൽകിയത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നൽകിയത്. പ്രിയപ്പെട്ട ഈശോ കരുണയായിട്ട് കടന്നു വരുന്ന സ്ഥലമല്ലേ പരിശുദ്ധ കുമ്പസാരക്കൂട്. ഉദ്ധാനം ചെയ്ത ഈശോ സഭയ്ക്ക് സ്ലീഹന്മാർക്ക് നൽകിയ സമ്മാനമാണല്ലോ പരിശുദ്ധ കുമ്പസാരം. യോഹന്നാൻ 20:23 വചനം. പിന്നെ അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുമ്പസാരം. പാപിയും ബലഹീനരുമായ വീണുപോകുന്ന നമുക്ക് ലോകത്തിനെതിരെ, പിശാചിനെതിരെ, ജഡത്തിനെതിരെ ആത്മീയ പോരാട്ടത്തിലേർപ്പെടുമ്പോൾ നമുക്കൊക്കെ മുറിവ് പറ്റാം, നമുക്കൊക്കെ വീഴ്ചയുണ്ടാകാം. ആ വീഴ്ചകൾ, ആ മുറിവുകൾ ഉണക്കുവാൻ കർത്താവായ ഈശോ കുമ്പസാരക്കൂട്ടിൽ വൈദികനിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ്
വിശുദ്ധ മരിയ ഫൗസ്റ്റീനായോട് ഈശോ പറയണത്. ഞാൻ പുരോഹിതനിൽ മറഞ്ഞിരിക്കുന്നു. പുരോഹിതൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മരിയ ഫൗസ്റ്റീന കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈശോയുടെ കരുണയുടെ തിരുവിലാവിൽ നിന്ന്, പടയാളി കുത്തിത്തുറന്ന തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോര കൊണ്ടും തിരിജലം കൊണ്ടും ആ വ്യക്തിയെ കഴുകി വിശുദ്ധീകരിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന എനിക്കും നിങ്ങൾക്കും ഒരു അനുഭവമാകണമെങ്കിൽ പാപത്തിൻ്റെ കെട്ടുകൾ അഴിയണം. പാപത്തിൻ്റെ കെട്ടുകൾ അഴിയാതെ പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നമുക്ക് ലഭിക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആഴമായ അനുതാപം എനിക്ക് നൽകണമേ, ആഴമായ പശ്ചാത്താപം നൽകണമേ, ആഴമായ മാനസാന്തരം നൽകണമേ, ആഴമായ എപ്പോഴുമുള്ള അനുതാപവും ദൈവകരുണയിൽ ആശ്രയിക്കാനുള്ള കൃപ നൽകണമേ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ഈശോ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളായ ജൂൺ മാസം 16-ാം തീയതി ആഗോള സഭ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ദിവ്യകാരുണ്യ ഈശോ ഈ 2-ാം ദിവസത്തെ ആരാധനയിൽ നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. മോളെ, മോനെ, നിന്നെ ഞാൻ കഴുകി വെണ്മയുള്ളതാക്കി മാറ്റാം. നിന്നെ ഞാൻ ഹിസോപ്പ് കൊണ്ട് കഴുകി വിശുദ്ധിയുള്ളതാക്കി മാറ്റാം. നീ എത്ര വലിയ മാരകഭാവിയാണെങ്കിലും നിന്റെ പാപം എനിക്ക് കൈമാറ്റം ചെയ്യുക. നിന്റെ ഏറ്റവും ബലഹീനതകൾ നീ എനിക്ക് നൽകുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ ഏറ്റവും മറവിയുള്ളവൻ ദിവ്യകാരുണ്യ ഈശോയാ. ഞാനും നിങ്ങളും ഒരു പാപം ഏറ്റുപറയുമ്പോൾ ആ പാപത്തെ മുഴുവൻ തൻ്റെ തങ്കച്ചോരയാൽ കഴുകി വിശുദ്ധീകരിച്ച് വെണ്മയുള്ളതാക്കി മാറ്റി പിന്നീട് അത് ഓർക്കുപോലും ചെയ്യാതിരിക്കുന്നവനാണ് ഈശോ. ആ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് ഈ പാട്ടിൻ്റെ ഈരടികൾ ചേർന്ന് നമുക്കെല്ലാവർക്കും പാടി ആരാധിക്കാം. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. സ്നേഹത്തോടെ ഈശോയെ നോക്കി. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം ചൊരിയണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം ചൊരിയണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞെൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. 5-ാമത്തെ വാക്യം, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അതാണ് പുതിയ നിയമലേഖനത്തിൽ സ്നേഹത്തിൻ്റെ അപ്പസ്തോലനായ യോഹന്നാൻ സ്ലീഹ എഴുതി വെച്ചു.
1 യോഹന്നാൻ 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. യേശുവിൻ്റെ രക്തത്താൽ സകല പാപവും നീക്കും. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ നാം കള്ളം പറയുന്നു. എന്നാൽ നാം പാപം ഏറ്റു പറയുന്നുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ 3 പ്രാവശ്യമാണ് യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചത്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ആവർത്തിച്ച് ഈശോ ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ബാറൂക്ക് 4:28 തിരുവചനം, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ അവിടുത്തെ അടുത്തേക്ക് വരണം, അവിടുത്തെ തേടണം. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണത. കർത്താവേ, അങ്ങേ സ്നേഹിക്കാൻ. നമുക്കറിയാം, പാപിനിയായ സ്ത്രീ, പാപത്തിൽ പിടിക്കപ്പെട്ടവളായ സ്ത്രീയോട് ഈശോ കരുണ കാണിച്ചപ്പോൾ ശിമയോന്റെ വീട്ടിൽ വെച്ച് അവളുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് പാപം ചെയ്തവൾ കണ്ണിലൂടെ കണ്ണുനീരൊഴുക്കി അനേകം പുരുഷന്മാർ ചുംബിച്ച ആ മുഖം കൊണ്ട് ഈശോയുടെ പരിശുദ്ധമായ പാദത്തെ ചുംബിച്ച് തൻ്റെ ജീവിതത്തിൽ പാപത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ശരീരത്തിലെ വിറ്റ ആ പണം കൊണ്ടുള്ള സുഗന്ധദ്രവ്യം മേടിച്ച് ഈശോയുടെ പാദത്തിൽ പൊട്ടിച്ചൊഴിച്ച പൂർണ്ണമായി മാനസാന്തരപ്പെട്ട പാപിനിയായ സ്ത്രീ അവസാനം ഈശോ മിശിഹായുടെ കുരിശിൻ്റെ ചൂട്ടിൽ നിന്നവൾ കരങ്ങൾ കുപ്പിപ്പിടിച്ച്, ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നെന്ന് പറയട്ടെ. സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു ഞാൻ എന്നീശുവേ. ദിവ്യകാരുണ്യനാഥനെ ഒന്ന് സ്നേഹിച്ച ദൈവമക്കളെ, സ്നേഹിക്കും, സക്രാരിയിൽ തുടിക്കുന്നവൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു ഞാൻ എന്നീശു. എഫ്രായിം, നീ എൻ്റെ വത്സല പുത്രൻ, നീ എൻ്റെ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞവൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു ഞാൻ എന്നീശുവേ. നമുക്കൊന്ന് കരങ്ങള് കർത്താവിനെ നേരെ തുറന്നു പിടിക്കാം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലെ കർമ്മപാപമില്ലാതാക്കാൻ തിരുസഭയിലൂടെ ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനമാണല്ലോ പരിശുദ്ധ കുമ്പസാരം. എന്തിനാ കുമ്പസാരം നൽകിയെന്നറിയാമോ? നമ്മൾ യോഗ്യതയോടെ ഈശോ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുവാനും നമ്മൾ ഈശോയെ സ്വീകരിക്കുവാനുമാണ്. അതുകൊണ്ടാണ് ഡോൺ ബോസ്കോയുടെ അമ്മയായ വിശുദ്ധ മാർഗരറ്റ് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും സൃഷ്ടപ്രപഞ്ചത്തിനും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ദിവ്യകാരുണ്യ ഈശോ അയോഗ്യയായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ നിമിഷമാണ് പരിശുദ്ധ കുർബാന. അയോഗ്യയായി എന്നിലേക്ക് സൃഷ്ടപ്രപഞ്ചത്തിന് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത പ്രപഞ്ചത്തെ ഉരുവാക്കിയവനായ പൊന്നുതമ്പുരാൻ ഇറങ്ങി വരുന്ന അത്ഭുത നിമിഷമാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയെ നമുക്ക് ആരാധിക്കാം, ആ പരിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കാം, ആ പരിശുദ്ധ കുർബാനയെ നമുക്ക് ബഹുമാനിക്കാം. നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയാം. നമ്മൾ തീരുമാനമെടുക്കട്ടെ, എവിടെയൊക്കെ എപ്പോഴൊക്കെ ഞാൻ ദിവ്യകാരുണ്യം അയോഗ്യതയോടെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ 10 ഇരട്ടി തീഷ്ണതയോടെ പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കുംഭസാരത്തെ സ്നേഹിക്കാനുള്ള കൃപ,
കുംഭസാര കൂടിനെ സ്നേഹിക്കാനുള്ള കൃപ, ദിവ്യകാന്ഡത്തിന്റെ വൈദികരെ സ്നേഹിക്കാനുള്ള കൃപ, പരിശുദ്ധ ബലിപീഠത്തെ സ്നേഹിക്കാനുള്ള കൃപ, ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിക്കാനുള്ള കൃപ നമുക്ക് ആഗ്രഹിക്കാം. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് സ്നേഹത്തോടെ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് ലോകത്തിൽ എവിടൊക്കെ കുർബാന അവഹേളിക്കപ്പെടുന്നുണ്ടോ, നമ്മൾ എത്രയോ വട്ടം പരിശുദ്ധ കുർബാന യോഗ്യതയില്ലാതെ സ്വീകരിച്ചിട്ടുണ്ടോ, ആ കുർബാനയെ ഏറ്റവും യോഗ്യമായ രീതിയിൽ സ്നേഹിച്ച് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാൻ വീണ്ടും എന്നെ വഹിക്കണേ നീ വിരിച്ച ചിറകുകളിൽ. പത്തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാൻ വീണ്ടും എന്നെ വഹിക്കണേ നീ വിരിച്ച ചിറകുകളിൽ.